Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahil wahidil qahhar al-azizil jabbar ghafiril dhanbi wa qabilitu. Assalatu wassalamu ala asyrafil anbiya'i wal mursalin wa ala alihi wa sahbihi wa man tabi'ahum bi ihsanin ila yaumiddin. In uridu illa al-islah mastata'tu wa ma tawfiqi illa billah. Alayhi tawakkaltu wa ilayhi unib. A'udzu billahi as-sami'il 'alim minasy syaithanir rajim. Ya ayyuhalladzina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. Bismillahirrahmanirrahim. Ma lakum la tarjuna lillahi waqara. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അനുസരിച്ച് ഈ ലോക ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, സ്വന്തത്തോടെന്ന പോലെ വസിയ്യത്ത് ചെയ്യുകയാണ്. ആ നിലക്ക് മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ പടച്ച റബ്ബ് നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിലെ ഏറെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ റമദാൻ തുടങ്ങി എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ശക്തമാകുമ്പോഴേക്ക് രണ്ടാമത്തെ പത്തും നമ്മളോട് വിട പറയാനിരിക്കുകയാണ്. കഴിഞ്ഞുപോയ ദിവസങ്ങളെ കുറിച്ച് പുനർവിചിന്തനം നടത്താനും വരാനിരിക്കുന്ന ഏറെ പവിത്രമായ ദിവസങ്ങളെ കുറെ കൂടി സജീവമാക്കി മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആദർശത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച് യുദ്ധഭൂമികയിൽ സ്വജീവിതം ആദർശ പോരാട്ടത്തിന് സമർപ്പിച്ച് ഷഹീദായ ശുഹദാക്കളെ ഓവർടേക്ക് ചെയ്യാൻ ഒരു നോമ്പുകാരന് സാധിക്കും എന്ന് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് ഞാനും നിങ്ങളും ഒരു വിലയിരുത്തലിന് തയ്യാറാകണം. ശുഹദാക്കളെ ഓവർടേക്ക് ചെയ്യാൻ മാത്രം സമ്പന്നമായ ഒരു നോമ്പ് എൻ്റെ കഴിഞ്ഞുപോയ 19 ദിവസത്തെ നോമ്പിലൂടെ എനിക്ക് സാധ്യമായിട്ടുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ നാട്ടിൽ ഇതൊരാഘോഷമായി ചുരുങ്ങിപ്പോകുന്നു എന്നുള്ള സങ്കടം പ്രിയപ്പെട്ടവരെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. വിശുദ്ധ റമദാനോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങളുടെ കവർ പേജിൽ പോലും ഉന്നക്കായയുടെ ഫോട്ടോയും സമൂസയുടെ ഫോട്ടോയും കാണുമ്പോൾ നമ്മൾ റമദാനിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിന്റെ പരിസരത്ത് ജോലി ചെയ്യുന്ന ആളുകൾ റമദാനോടനുബന്ധിച്ച് നാട്ടിലേക്ക് പോരുന്നു. എന്താ കാരണം? നാട്ടിൽ കുട്ടികളുടെ, ഭാര്യയുടെ, കുടുംബത്തിന്റെ കൂടെ അതൊരാഘോഷമാണ്. ഏറെ പവിത്രമായ നോമ്പ് പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിന്റെ പരിസരത്ത് നിർവഹിക്കാൻ അവസരം കിട്ടിയിട്ട് വേണ്ടെന്ന് വെക്കുന്നു എന്നുള്ള സങ്കടം. തിരൂരിലെ ഒരു പ്രസിദ്ധമായ ഒരു ടെക്സ്റ്റൈൽസിന്റെ മുന്നിൽ ഒരു ബോർഡുണ്ട്. ആ ബോർഡിൽ എഴുതി വെച്ചത് ഭക്തജനങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കാതിരിക്കാൻ ഇഫ്താർ സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണിക്ക് നിങ്ങൾ ഇങ്ങോട്ട് പോരുക, നിങ്ങൾക്ക് ആവശ്യമായ മാക്സിയും പർദ്ദയും വസ്ത്രങ്ങളും ഒക്കെ തെരഞ്ഞ് വൈകുന്നേരമാകുമ്പോൾ ബാങ്ക് കൊടുത്താൽ നിങ്ങൾക്ക് വേണ്ട കാരക്കയും വെള്ളവും ഞങ്ങൾ നൽകാം. ഒരു ഉപഭോഗ സംസ്കാരത്തിന്റെ പിന്നണിയിൽ നമ്മൾ ഈ റമദാനിനെ കാണുന്നുവോ എന്ന സങ്കടം നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടു കൂടി തിരിച്ചറിയണം.
അത്താഴത്തിന് എഴുന്നേറ്റ് സുന്നത്ത് എന്നുള്ള നിലക്ക് ഭക്ഷണം കഴിച്ച് അങ്ങനെ കടന്നുപോയി വൈകുന്നേരം നോമ്പ് തുറന്ന് തറാവീഹ് നമസ്കാരത്തോടു കൂടി കിടപ്പറയിലേക്ക് പോകുമ്പോ ഒരു നോമ്പുകാരൻ നേടിയെടുക്കേണ്ട വിധാനം എന്ന് പറയുന്നത് മുത്തഖിയുടെ നിലവാരമാണ്. ഒന്നുകൂടി ആലോചിക്കണേ. അത്താഴത്തിന് എഴുന്നേറ്റ് വൈകുന്നേരം നോമ്പ് തുറന്ന് തറാവീഹ് നമസ്കാരവും കഴിഞ്ഞ് ഞാൻ എന്റെ കിടപ്പറയിലേക്ക് കടക്കുമ്പോ നെഞ്ചത്ത് കൈവച്ച് എനിക്ക് ചിന്തിക്കാനുള്ളത് ഞാൻ ഇന്നൊരു മുത്തഖിയാവാനുള്ള പ്രവർത്തനങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ എന്നാണ്. എന്താ മുത്തഖി എന്ന് പറഞ്ഞാൽ? കാണേണ്ടത് മാത്രം കാണാനും, കേൾക്കേണ്ടത് മാത്രം കേൾക്കാനും, ചിന്തിക്കേണ്ടത് മാത്രം ചിന്തിക്കാനും, പറയേണ്ടത് മാത്രം പറയാനുമുള്ള ഒരു വിധാനത്തിലേക്ക് എന്റെ നോമ്പ് എന്നെ പരിവർത്തിപ്പിച്ചു പോയി എന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ ഒരു ദിവസം വിലയിരുത്തുമ്പോ രാവിലെ അത്താഴത്തിന് എഴുന്നേൽക്കുന്നത് തന്നെ ഒരു ഹാഫ് ഉറക്കത്തിലാണ്, അങ്ങനല്ലേ? അങ്ങനെ കഴിയാവുന്നിടത്തോളം ഭക്ഷണം കഴിച്ച് നമ്മുടെ നാട്ടിലൊക്കെ പഴം കലക്കി കോൺക്രീറ്റ് ഇട്ട് വീണ്ടും കടന്നുറങ്ങും. അതിനിടയിൽ സുബഹി നമസ്കരിച്ചോ എന്ന് ചോദിച്ചാൽ നിസ്കരിച്ചു. പിന്നെന്താ? കാര്യമായ പണിയില്ലാത്തവർ, പ്രത്യേകിച്ചും ലീവുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മണി, 11 മണി, 12 മണി വരെ ഉറക്കം. ളുഹർ ബാങ്ക് കൊടുക്കുമ്പോ എങ്ങനെയെങ്കിലൊക്കെ പള്ളിയിലെത്തും. പള്ളിയിൽ വന്ന് നമസ്കാരം കഴിഞ്ഞ് മുസാഫ് തുറന്ന വീണ്ടും ഉറക്കം വരും. പിന്നെ അസ്ർ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെന്താ? കരിക്കാനും പൊരിക്കാനുമുള്ള സമയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത്, നോമ്പ് തുറയെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ആരെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് റബ്ബ് അവിടെ വെച്ച് ഉത്തരം നൽകുമെന്നാണ്. ആരെങ്കിലും അവിടെ വെച്ച് ചോദിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് റബ്ബ് അവിടെ വെച്ച് ഉത്തരം നൽകും. പ്രിയപ്പെട്ടവരെ, 19 നോമ്പ് നമ്മൾ തുറന്നപ്പോ മേശപ്പുറത്ത് ഭക്ഷണം വെച്ച് ഫ്രൂട്ട്സ് ഒക്കെ തയ്യാറാക്കി വെച്ച് കയ്യിൽ കാരക്കയും പിടിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ വീട്ടിൽ പുതിയാപ്പുള സൽക്കാരത്തിന്റെ തിരക്കാണ്. ആ സമയത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നോമ്പ് തുറയെ പ്രതീക്ഷിച്ച ദിവസങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയോ? നോമ്പുറന്നാൽ പിന്നെ എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല. നമ്മുടെ ന്യായമാണത്. പിന്നെ തറാവീഹ് നമസ്കാരം, പ്രിയപ്പെട്ടവരെ, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. മലയാളികൾ ഉപഭോഗ സംസ്കാരത്തിന്റെ പിന്നാലെ പോയപ്പോ ഈ വിശുദ്ധ റമദാനിൽ നമുക്ക് ആവശ്യമായ വത്തക്ക കൊണ്ടുവരുന്നത് ആന്ധ്രയിൽ നിന്നും, ഇറാനിൽ നിന്നും, പാകിസ്ഥാനിൽ നിന്നുമാണ്. നമുക്ക് ആവശ്യമായ ഓണക്കാലത്ത് കേരളത്തിലേക്ക് പൂക്കൾ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. എന്നതുപോലെ ഈ പരിശുദ്ധമായ റമദാനിൽ തറാവീഹിന് ഇമാമ് നിൽക്കാൻ ഇമാമുമാരെ ഉത്തരേന്ത്യയിൽ നിന്ന് കൊണ്ടുവരേണ്ട ഗതികേട് മലയാളിക്ക് സംഭവിച്ചു. ഇതൊരു കുറ്റപ്പെടുത്തലായി നിങ്ങൾ കാണരുത്. സാധാരണ മഗ്‌രിബ് നമസ്കരിക്കുമ്പോ ഓതാനും ഓതാനും നമ്മുടെ നാട്ടിൽ ഇമാമുമാരുണ്ട്. ഒരു 10 മിനിറ്റ് സമയം എഴുന്നേറ്റ് നിന്ന് ഓതാൻ കഴിയുന്ന ഇമാമ് പോലും ഇല്ലാത്ത ഗതികേട് മലയാളി അനുഭവിച്ചു പോയില്ലേ പ്രിയപ്പെട്ടവരെ? അങ്ങനെ തറാവീഹിന്റെ നമസ്കാരം ഈ പള്ളിയിൽ നടക്കുമ്പോ നമ്മുടെ ചെറുപ്പക്കാർ, ആ മുത്തഖിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടവർ, നോമ്പിലൂടെ നേടിയെടുക്കേണ്ട തഖ്വ നേടിയെടുക്കേണ്ടവർ അവരെവിടെയാണുള്ളത്? അവർ ഫുൾ ജാർ സോഡ വിൽക്കുന്നിടത്ത, ഉപ്പിലിട്ട മാങ്ങ വിൽക്കുന്നിടത്ത. ഇങ്ങനെ കടന്നുപോയ ഒരു ദിവസം വൈകുന്നേരം കിടപ്പറയിലേക്ക് കയറുമ്പോ പ്രിയപ്പെട്ടവരെ, അല്പം ഷുഗറും പ്രഷറും കൊളസ്ട്രോളും മാറി എന്നല്ലാതെ എന്ത് തഖ്വയാണ് എന്റെ നോമ്പിലൂടെ എനിക്ക് നേടിയെടുക്കാൻ സാധിക്കുക? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞുപോയ ദിവസങ്ങളെ കുറിച്ച് പറഞ്ഞ് പരിതമിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന ദിവസങ്ങൾ കുറെ കൂടി സജീവമായി പ്രയത്നിക്കേണ്ട ദിനരാത്രങ്ങളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ആ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ വിലയിരുത്തലുകളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് തന്നെ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, 19 ദിവസത്തെ നോമ്പ് നമ്മളിലൂടെ വിട പറയുമ്പോ 95 വക്ത് നമസ്കാരം നമ്മളിലൂടെ കടന്നുപോയിട്ടുണ്ട്. നെഞ്ചത്ത് കൈവച്ച് പറയണം, നമ്മൾ കഴിഞ്ഞുപോയ 95 വക്തിൽ ഒരു വക്ത് നമസ്കാരം പോലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ജമാഅത്തിൽ അവ്വൽ വക്തിന് തന്നെ, ഒന്നാമത്തെ ജമാഅത്തിൽ തന്നെ ഞാൻ പങ്കെടുത്തു എന്ന് ആത്മാർത്ഥമായി പറയാൻ പ്രിയപ്പെട്ടവരെ കഴിയുമോ? അങ്ങനല്ലേ 19 ദിവസം? ആ 19 ദിവസത്തെ ഓരോ നമസ്കാരങ്ങളുടെയും ഫർദ് നമസ്കാരത്തിന്റെ മുമ്പും ശേഷവുമായി പഠിപ്പിക്കപ്പെട്ട റവാത്തിബ് സുന്നത്തുകൾ ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. ഞാൻ പ്രത്യേകമായ ഇസ്ലാം പഠിപ്പിച്ച സുന്നത്ത് നമസ്കാരം ഇത്രയും കാലം നിർവഹിക്കാത്തത് ഞാൻ ഈ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ നിർവഹിച്ചിട്ടുണ്ട്. പള്ളിയിലേക്ക് കയറുന്ന സമയത്ത് തഹിയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട്.
ഇങ്ങനെയൊക്കെ പറയാൻ കഴിഞ്ഞാൽ പെരുന്നാളിന്റെ മാസപ്പിറവി കാണുമ്പോ, ശുവാലിന്റെ പൊന്നമ്പുലി മാനത്ത് തെളിയുമ്പോ ആത്മാഭിമാനത്തോടുകൂടി നമുക്ക് ആ പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചല്ലോ, അവസാനത്തെ പത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. എന്താ അവസാനത്തെ പത്തിലേക്ക് കിടക്കുമ്പോ നമുക്ക് അന്വേഷിച്ചു പോകാനുള്ളത് പെരുന്നാളിനെ ധരിക്കാനുള്ള വസ്ത്രങ്ങളെ കുറിച്ചല്ല. നമ്മൾ ഈ പെരുന്നാളിനെ പ്രതീക്ഷിക്കുന്ന അല്ല, റമദാനിന്റെ അവസാനത്തെ നിമിഷങ്ങളിലേക്ക് കടന്നു പോകുന്ന ഘട്ടങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ സ്ത്രീകൾ, അവരുള്ളത് എവിടെയാ? ഒന്ന് ഫ്രീ കിട്ടുന്ന ടെക്സ്റ്റൈൽസിൽ, 50% ഡിസ്കൗണ്ട് ഉള്ള ടെക്സ്റ്റൈൽസുകളിൽ ഏതെടുത്താലും 1000 രൂപ കൊടുക്കുന്ന അങ്ങനെ ഓഫറുകളുള്ള ടെക്സ്റ്റൈൽസുകളിലേക്ക് നമ്മുടെ യുവാക്കളും നമ്മുടെ ചെറുപ്പക്കാരും നമ്മുടെ സ്ത്രീകളും കടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ ഒരു ഓഫർ ഉണ്ട്. എന്താ ഓഫർ? 83 മാസത്തെ, അല്ലേ പ്രിയപ്പെട്ട, 83 വർഷത്തെ ഓഫറാ. 1000 മാസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 1000 മാസം ഒരു രാത്രിക്ക് അള്ളാഹു പകുത്തു നൽകുന്നു. ഇത് തിരിച്ചറിയണമെങ്കിൽ ഇസ്ലാമിക ചരിത്രം വായിക്കുന്ന സമയത്ത് നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം ദഅവത്ത് നടത്തിയെന്ന 950 വർഷം ദഅവത്ത് നടത്തിയെങ്കിൽ 1000ഓളം വർഷം ജീവിച്ചിരിക്കണമല്ലോ. 1000ഓളം വർഷം ജീവിച്ചിരിക്കണം. അതിനു മുമ്പുള്ള സമുദായങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് ഭൗതിക ശാസ്ത്രങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. 5000 വർഷം വരെ ജീവിച്ചവർ ലോകത്ത് കടന്നുപോയിട്ടുണ്ട് എന്ന. 200ാമത്തെ വയസ്സിൽ സുന്നത്ത് കഴിച്ച ചരിത്രങ്ങളൊക്കെ ഇസ്ലാമിക ലോകത്ത് പോലും എഴുതപ്പെട്ടിട്ടുണ്ട്. 1000 വർഷം ഇബാദത്ത് ചെയ്ത്, 1000 വർഷം നമസ്കരിച്ച്, 1000 വർഷം അമല സ്വാലിഹാത്തുകൾ നിർവഹിച്ച്, 1000 വർഷം ദുആ ചെയ്തുകൊണ്ടാണ് നൂഹ് നബി അലൈഹിസ്സലാം പരലോകത്ത് വരിക. ഈ സമുദായത്തിന്റെ പ്രായം 60നും 70നും ഇടക്ക. എത്ര പണിയെടുത്താലും, രാവും പകലുമില്ലാതെ അരയും തലയും മുറുക്കി പണിയെടുത്താലും 1000 കൊല്ലത്തെ പ്രവർത്തനം നിർവഹിക്കാൻ ഒരു മനുഷ്യന് ഈ ലോകത്ത് സാധ്യമല്ല. അവിടെയാണ് അല്ലാഹു നൽകിയ ഒരു ഓഫർ. ഒരു രാത്രി പണിയെടുത്താൽ 83 കൊല്ലം. 83 കൊല്ലം. പ്രിയപ്പെട്ടവരെ, 10 ലൈലത്തുൽ ഖദ്റുകൾ നമുക്ക് കിട്ടിയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 830 രാത്രികളാണ്, 830 വർഷം. 20 ലൈലത്തുൽ ഖദ്ർ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ 1660 വർഷത്തെ പുണ്യമാണ് ഒരു രാത്രിക്ക് പടച്ചറബ് സംവിധാനിക്കുന്നത്. ആ രാത്രിയിൽ ഒരു ആയത്ത് ഓതിയാൽ 1000 മാസം ഓതിയതിന് തുല്യം. ആ രാത്രിയിൽ ഒരു പ്രാർത്ഥന നിർവഹിച്ചാൽ 1000 മാസം പ്രാർത്ഥന നിർവഹിച്ചതിന് തുല്യം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ശബ്ദമിദ്റഹു, തന്റെ അരക്കെട്ടൊന്ന് മുറുക്കിയെടുക്കും, ഒന്ന് എഴുന്നേറ്റ് ഒരുങ്ങും, എന്നിട്ടോ അഹിയാ ലൈലഹു, രാത്രിയെ പകലാക്കി മാറ്റും. രാത്രിയെ പകലാക്കി മാറ്റും എന്ന് പറയുന്നത് അങ്ങാടികളിലൂടെ ഞാൻ ഈ പറഞ്ഞ പെരുന്നാൾ സമ്പുഷ്ടമാക്കാൻ കടന്നു പോകും എന്നല്ല, പടക്കം പൊട്ടിക്കലുകളുമായി കടന്നു പോകും എന്നല്ല, പള്ളികൾക്ക് അന്യം നിൽക്കുന്ന ഭക്ഷണ പൊതികൾക്ക് പിന്നാലെ കടന്നു പോകും എന്നല്ല, മറിച്ച് പള്ളികളിൽ രാവ് പകലായി മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അവരുടെ കുടുംബക്കാരെ വിളിച്ചുണർത്തും. അങ്ങനെ പണിയെടുക്കാൻ പ്രിയപ്പെട്ടവരെ വരുന്ന ദിവസങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് എന്നാണ്. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ എന്തൊക്കെ നിർവഹിക്കണം എന്ന് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കടന്നു പോകണം. ഈ അവസാനത്തെ 10 ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 വക്ത് നമസ്കാരം നമ്മൾ കൂട്ടിയാൽ 50 ജമാഅത്തുകൾ. ആ 50 ജമാഅത്തും പള്ളിയിൽ തന്നെ നിർവഹിക്കും എന്ന ഒന്നാമത്തെ തീരുമാനം നമ്മൾ എടുത്തേ പറ്റൂ. അപ്പൊ നിങ്ങൾ ചോദിക്കല്ലോ, മഗ്രിബിനും പള്ളി പോണം, മഗ്രിബിനും പള്ളിയിൽ എത്തണം. സുബഹി മുതൽ ഇശാ നമസ്കാരം വരെ 5 വക്ത് നമസ്കാരം, അത് ഞാൻ പള്ളിയിൽ അങ്ങനെ അവസാനത്തെ 10 എനിക്ക് സജീവമാക്കാൻ കഴിയണം. 2, അവസാനത്തെ 10 പ്രിയപ്പെട്ടവരെ ഒരു സൂറത്ത് കാണാതെ പഠിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ നമുക്ക് തീരുമാനിക്കണം, ഞാൻ ഇന്നേ വരെ പഠിക്കാത്ത ഒരു സൂറത്ത് ഈ റമദാനിലെ അവസാനത്തെ 10 ഞാൻ കാണാതെ പഠിക്കും. ഈ അവസാനത്തെ 10 ഒരു ജുസ് എങ്കിലും ഞാൻ അർത്ഥസഹിതം വായിച്ചു തീർക്കും. ഒരു ജുസ് എങ്കിലും പ്രിയപ്പെട്ടവരെ തീരുമാനിക്കാൻ കഴിയില്ലേ? അവസാനത്തെ 10 ഞാൻ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ച് ഇഅ്തികാഫിരിക്കും എന്ന് പറയാൻ കഴിയോ? ഇഅ്തികാഫ് എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, ഇഅ്തികാഫ് 2 കാര്യങ്ങൾ മാറ്റി നിർത്തണം. 1 മൊബൈൽ ഫോൺ, 2 അത്താഴത്തിന്റെ ഭക്ഷണം.
ഞാൻ അങ്ങനെ പറയാൻ കാരണം നമ്മുടെ പള്ളിന്റെ പരിസരത്തൊക്കെ അത്താഴത്തിന്റെ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കില ലൈലത്തുൽ ഖദറിന്റെ പുണ്യം നഷ്ടപ്പെട്ടു പോകുന്നു പലപ്പോഴും. അതിന്റെ പിന്നാലെ ആളുകൾ 2, 3, 4 മണിക്കൂർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നമുക്ക് നിർവഹിക്കാനുള്ളത് എന്താ? എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് ദിക്റുകൾ ചൊല്ലണം, എനിക്ക് ഖുർആൻ പഠിക്കണം, കൂടെയുള്ളവർക്ക് വേണമെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കണം, എനിക്ക് റബ്ബിനോട് പറയാനുള്ളത് പറയണം, റബ്ബിനോട് മാപ്പ് ചോദിക്കണം, ഇസ്തിഗ്ഫാർ ചോദിക്കണം, ഖുർആൻ പാരായണം ചെയ്യണം, എനിക്ക് രാത്രിയിൽ ഖിയാമുൽ ലൈൽ നമസ്കരിക്കണം. ഇതാണ് പ്രിയപ്പെട്ടവരെ ലൈലത്തുൽ ഖദറിന്റെ ദിവസങ്ങളിൽ എനിക്കും നിങ്ങൾക്കും നിർവഹിക്കാനുള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ സജീവമായി മുന്നോട്ട് പോകാൻ സാധിക്കണം. ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. സ്വർഗമാണ് ലക്ഷ്യം. ആ സ്വർഗത്തെ നമ്മുടെ നെഞ്ചകത്തേക്ക് കയറ്റുമ്പോ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. മരത്തിൽ കെട്ടിയിട്ട് തൃശൂലം കൊണ്ട് ശരീരത്തിലേക്ക് കുത്തുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ച സുമയ്യ ബീവിയുടെ ചരിത്രം എന്താ? മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമെന്ന പ്രതീക്ഷയായിരുന്നു അത്. ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലൂടെ വലിച്ചരച്ചു കൊണ്ടുപോയി ചാട്ടവാറുകൊണ്ട് പ്രഹരിക്കുമ്പോഴും അല്ലാഹു അഹദ് എന്ന് പറയാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് മനക്കരുത്ത് നൽകിയത് ശേഷം ഒരു സ്വർഗമുണ്ടല്ലോ എന്ന ബോധമായിരുന്നു. വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടക്ക് ശ്വാസം വിടാൻ അവസരം കിട്ടിയപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കാൻ യാസിർ റളിയല്ലാഹു അൻഹുവിന് കരുത്ത് നൽകിയത് ശേഷം ഒരു സ്വർഗമുണ്ടല്ലോ എന്ന ബോധമായിരുന്നു. തന്റെ വലത് കൈ അറ്റുപോകുമ്പോ വലത്തെ കൈയിലെ പതാക ഇടത് കൈയിനോട് ചേർത്ത് വെച്ച് ആ ഇടത്തെ കൈയും മറ്റുപോകുമ്പോ ആ പതാകയെ നെഞ്ചോട് ചേർത്ത് വെച്ച് മാറത്തേക്ക് ആക്രമണങ്ങൾ ഏൽക്കുന്ന സമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് കരുത്ത് പകർന്നത് ശേഷം ഒരു സ്വർഗമുണ്ടല്ലോ എന്ന ബോധമായിരുന്നു. മുസൈലിമത്തുൽ കദാബിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി വിരലിന്റെ അഗ്രഭാഗങ്ങൾ മുറിച്ചു മാറ്റി മാലയാക്കി കോർത്തിണക്കി ഉച്ചവീഴുന്ന രക്തക്കറകൾ കണ്ട് ആനന്ദ നൃത്തമാടി ഇവരുടെ മൂക്കിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കാൻ ഇസ്ലാമിക സൈന്യത്തിന് സ്ഥൈര്യം പകർന്നത് ശേഷം ഒരു സ്വർഗമുണ്ടല്ലോ എന്ന ബോധമാണ്. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ ത്യാഗം സഹിക്കേണ്ടി വരും. ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കേണ്ടി വരും. ആ സ്വർഗം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ റമദാനിലെ അവസാനത്തെ പത്തിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി കടന്നു പോകാനും കൃത്യമായ ആലോചനകൾ. ചിലപ്പോ ഷട്ടർ നേരത്തെ താഴ്ത്തേണ്ടി വരും, ചിലപ്പോ ജോലിയിൽ ലീവ് എടുക്കേണ്ടി വരും, ചിലപ്പോ തന്റെ കമ്പനിയിൽ മറ്റുള്ളവരെ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടി വരും. എന്തൊക്കെ സംഭവിച്ചാലും ഇതിന്റെ പരലോകത്തിന്റെ വിഷയമാണ്. ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു. സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറാവുന്നവർ അവർക്കാണ് സ്വർഗമുള്ളത്. ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുക. പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനിന്റെ രാപ്പകലുകളിൽ നാദാ അമൽ സ്വാലിഹാത്തുകൾ, സൽക്കർമ്മങ്ങൾ, ഇബാദത്തുകൾ നിർവഹിക്കുന്നത് നിന്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അർഹമായ പ്രതിഫലം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. വല്ല അപാകതകളും ഞങ്ങളുടെ നോമ്പിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ പരലോകത്തിലേക്ക് മാറ്റിവെക്കാതെ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. നോമ്പുകാർക്കായി തയ്യാറാക്കി വെച്ച റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളാക്കി വളർത്തിക്കൊണ്ടുവന്ന് ഓരോ നിമിഷങ്ങളിലും ഞങ്ങളെ ഓർത്ത് ആ ഉമ്മയുടെ മുഖം ചുളിഞ്ഞു പോയത് ഞങ്ങൾക്ക് വേണ്ടി പണിയെടുത്തത് കൊണ്ടാണ്. വാപ്പയുടെ കാൽമുട്ടിന് തേയ്മാനം വന്നത്, വാപ്പയുടെ ഊരക്ക വേദന വന്നത് ഞങ്ങൾക്ക് വേണ്ടി പണിയെടുത്തത് കൊണ്ടാണ്. അർഹമായ പ്രതിഫലം നൽകി ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സ്വർഗം നൽകണം റഹ്മാനെ. മക്കളെ കുറിച്ചുള്ള വാർത്ത കേൾക്കുമ്പോ ബേജാറാണ് നാഥ. ഞങ്ങളുടെ മക്കളിലൂടെ മുത്തഖീങ്ങൾക്ക് മാതൃകയായ, മുത്തഖീങ്ങളുടെ മുന്നിൽ നടക്കാൻ പര്യാപ്തമായ വിധാനത്തിലുള്ള കുടുംബ സാഹചര്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും ഫലസ്തീനിന്റെ തെരുവീതികളിൽ മുസ്ലിമായി എന്ന ഒരൊറ്റ കാരണങ്ങളാൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, മുട്ടായി പൊതികളാണെന്ന് പറഞ്ഞ് ബോംബുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് കബന്ധങ്ങൾ കണക്കെ പെടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്ന 5 വക്തല്ലേ നിങ്ങൾക്ക് നമസ്കാരം എന്ന് ചോദിച്ചപ്പോ അല്ല 6 വക്ത, 6ാമത്തെ വക്ത് ജനാസ നമസ്കാരമാണ് എന്ന് പറയുന്ന ഫലസ്തീനിലെ മക്കൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ നിമിഷം നമ്മൾ സമയം കാണേണ്ടതുണ്ട്. നാഥ, ആത്മാഭിമാനം നൽകി അവരുടെ വഴികൾ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ.
പ്രയാസങ്ങളില്ലാതെ മുസ്ലിമായി ജീവിച്ചു മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി അവരെയും ഞങ്ങളെയും അനുഗ്രഹിക്കണം റഹ്മാനെ. വന്നുപോയ പാപങ്ങൾ പരലോകത്തിലേക്ക് മാറ്റിവെക്കാതെ വിട്ടുപുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയത്തിനാ ഖുറത അയ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. اللهم ألف بين قلوبنا وأصلح ذات بيننا ربنا تقبل منا دعاءنا وقيامنا وصلاتنا وأعمالنا يا رب العالمين وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين. سلام على المرسلين والحمد لله رب العالمين والسلام عليكم ورحمة الله.